ഹലോ ഗെയ്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് പതിവില്ലാണ്ട് വെളുപ്പാങ്കാലത്തൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നേ. കാരണം ഒരു 4-4:15 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ് ചെറുതായിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് പാല് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങി കേട്ടോ. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങാൻ നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കുന്നത് 8-8:30-9 മണിയൊക്കെ ആയിപ്പോകും ചിലപ്പോൾ. കാരണം ആ ഇടനേരത്തിൻ്റെ ഉറക്കം പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ എണീറ്റ് അടുക്കളയിലൊക്കെ വന്ന് അത്യാവശ്യം രാവിലെ എല്ലാ പണിയും സെറ്റായിട്ടുണ്ടായിരുന്നു. കുഞ്ഞുവാവി ഇപ്പം നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീറ്റു കേട്ടോ. പതിവില്ലാണ്ട് നേരത്തെ എണീറ്റതുകൊണ്ട് തന്നെ ചെറിയ തലവേദന പോലെയൊക്കെ തോന്നിയിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം എന്താ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. പിന്നെ അതാ ഉച്ചക്ക് കുഞ്ഞിന് ഫുഡ് കൊടുക്കണേണ് കേട്ടോ. ഫുഡ് കൊടുക്കുക പറഞ്ഞാൽ അത്രയും വലിയ ടാസ്ക് എനിക്ക് വേറെ ഇല്ല കേട്ടോ. ഉച്ച നേരത്ത് ഭയങ്കര പാടാട്ടോ ഫുഡ് കൊടുക്കുക. ഉച്ചക്ക് നല്ല എപ്പോൾ കൊടുത്താലും ഭയങ്കര ഇതാണ്. ഇപ്പം എല്ലാ അടവും പഠിച്ച് വെച്ചേക്കണോണ്ട് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ കാക്കാ പൂച്ച മയിലെന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. പിന്നെ ഇതാ ആൾക്ക് തണ്ണിമത്തനൊരു കുഞ്ഞു പീസ് കൈ കൊടുത്തതിനെ വെച്ചിട്ട് ഇഞ്ചപ്പരുവാക്കിയിട്ടാണ് ഇത്തിരി വായിലോട്ട് പോകണം കേട്ടോ. വായിലിടും, വായിൽ നിന്ന് പുറത്തോട്ട് തുപ്പും, എന്തൊക്കെയോ ചെയ്യലുണ്ട്. അങ്ങനെ അത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോഴേക്കും അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയൊക്കെ ആയ സമയത്ത് അപ്പുചേട്ടൻ വന്നപ്പോൾ ഞാൻ ആ തണ്ണിമത്തൻ്റെ അടുത്ത് മുറിച്ചു കേട്ടോ അതിൻ്റെ ഒരു പീസ്. കാരണം ഈ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ വിചാരിച്ചു. അപ്പം അതിനിങ്ങനെ കൊത്തി കൊത്തി കണ്ടം തുണ്ടൊക്കെ അരിഞ്ഞ് പാത്രത്തിലാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഐസ് ക്യൂബൊക്കെ ഇട്ടാൽ കുറച്ച് നന്നായിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളതൊന്നും ഇട്ടില്ല, കാരണം ഞങ്ങൾക്ക് തണുപ്പൊക്കെ അത്ര സെറ്റ് ആവില്ല. പിന്നെ ഞാൻ അതിന് ശേഷം എനിക്ക് ഐസ്ക്രീം ഇട്ട് കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാനൊരു വാനില ഐസ്ക്രീം എടുത്തിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടൻ അത് തൊണ്ടവേദന എടുക്കും പറഞ്ഞ് പേടിച്ചിട്ട് കഴിച്ചില്ല. പക്ഷെ അത് അത്ര തണുപ്പൊന്നും ഉണ്ടായില്ല, മെൽറ്റായ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. പിന്നെ അതങ്ങനെ കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.